ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു ഹ്യൂണ്ടായുടെ കാർ നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറാണ് i20. അതിൽ i20യുടെ സ്പോർട്ട് വേരിയൻറ്റ്, സ്പോർട്ട് അല്ലെങ്കിൽ സ്പോർട്ട് ഓട്ടോമാറ്റിക്. അതല്ല നിങ്ങൾക്ക് സൺറൂഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടി അവൈലബിൾ. i20ക്ക് 73,000 രൂപ വരെ ഓണം ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. എൻലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ 63,000 രൂപ വരെ. എന്തുകൊണ്ട് i20 സ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പോർട്ട് അല്ലെങ്കിൽ സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിലാണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലും നിങ്ങൾക്ക് i20യിൽ കിട്ടും. അതുപോലെ തന്നെ i20 മാത്രമാണ് നിങ്ങൾക്ക് പ്രോപ്പർ ഒരു IVT ഓട്ടോമാറ്റിക്കും തരുന്നുള്ളൂ. അതല്ല ഇതിന് മോഡിലേക്കുള്ള ആസ്റ്റ അല്ലെങ്കിൽ ആസ്റ്റ ഓപ്ഷണൽ വേരിയന്റിലേക്ക് പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളുടെ N-ലൈൻ കൺസിഡർ ചെയ്യാം. N-ലൈൻ്റെ N6 മാനുവൽ അല്ലെങ്കിൽ N6 ഓട്ടോമാറ്റിക്കിനാണെങ്കിലും ഓഫർ ഉള്ളത് കൊണ്ട് അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്പോർട്ട് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഓഫറിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. i20യിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ സ്പോർട്ട് വേരിയൻ്റാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സൺറൂഫ് വേണ്ടവർക്ക് സ്പോർട്ട് ഓപ്ഷണൽ വേരിയൻറ്റിലേക്ക് പോകാം. ഈ i20യിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കളർ ഈ ഒരു റെഡ് കളറാണ്. അതിൽ തന്നെ ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലെല്ലാം ബ്ലാക്ക് ഫിനിഷിൽ വരുമ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറും അതുപോലെ തന്നെ ഒരു സ്പോർട്ടിയസ്റ്റ് കാർ നമ്മളുടെ i20 തന്നെയാണ്. നമ്മളുടെ ബലേനോ ആയിട്ടോ അല്ലെങ്കിൽ പുതിയ ആൾട്രോസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഒരു സ്പോർട്ടി ലുക്കിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാർ i20 ആണ്. ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിനോട് ചേർന്ന് അകത്ത് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫുൾ ഹാലജൻ യൂണിറ്റാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റായ ആസ്ത അല്ലെങ്കിൽ ആസ്ത ഓപ്ഷനിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് പ്ലസ് DRL കാണാം. താഴേക്ക് വന്നാൽ നമുക്കൊരു LED DRLs പോലെ തോന്നിക്കുന്ന രീതിയിലൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അതിൻ്റെ താഴത്തെ ആ ഒരു ലിപ്പ് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ഹ്യുണ്ടായുടെ ഒരു ലോഗോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് വരുന്നത്. അത് ലോങ്ങിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക അലോയ്സിൻ്റെ ലുക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് വീൽസാണ്. 195, 55 or 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ആ ഒരു ഹ്യുണ്ടായുടെ ലോഗോ കാര്യങ്ങളാണ് നടുക്ക് വരുന്നു. ഒരു ഡയമണ്ട് കട്ടെന്നൊന്നും തോന്നില്ല. ഒരു സിൽവർ ഫിനിഷുള്ള അലോയ്സിൻ്റെ അതേ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. വശങ്ങളിൽ താഴെയായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനകത്ത് i20 എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഒരു ക്രോം വിൻഡോ ലൈൻസ് കാണാം. അത് ബാക്ക് വശം വരെ പോകുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഓപ്ഷണൽ വേരിയൻ്റാണ് സൺറൂഫ് വരുന്നത്. ഇതിനകത്ത് വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് വരുന്നത്. എല്ലാ i20യുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. ആകെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നതിനകത്ത് ബാക്ക് വൈപ്പറാണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല. N-ലൈനിലൊക്കെ കാണുന്ന ഒരു സ്പോയിലർ ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പക്കാ സ്പോർട്ടി ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡീഫോഗറുള്ള ഗ്ലാസ്സാണ്, വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ടെയിൽ ലൈറ്റിൻ്റെ പോർഷനിലൂടെ ഒരു ക്രോം ലൈൻ പോകുന്നത് കാണാം. അതെന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു Z ഷേപ്പിലുള്ള LED ടെയിൽ ലൈറ്റുകളാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, സ്പോട്ട് എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ബെമ്പറിൻ്റെ പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഒരു സിൽവർ ഫിനിഷിൽ നമുക്ക് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 330 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള ബൂട്ടുകളാണ്. ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തത്. സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു ബേസ് വേരിയൻറ്റിൽ വരുന്ന 15 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. റൂഫ് ഒരു ബ്ലാക്ക് ഫിനിഷിലും അതിന് താഴേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് ഫിനിഷാണ്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാലും ആ ഒരു ഡ്യുവൽ ടോൺ കളറ് കാണാനായിട്ട് പറ്റും. ഡോർ പാഡിൽ നമുക്ക് ആ കൈ വയ്ക്കുന്ന പോർഷൻസ് എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലും താഴെ ആ വൈറ്റ് ഫിനിഷ്. കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്.
ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വശങ്ങളിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിപ്പോൾ ഒരു മാറ്റ് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. നമുക്കിതിന് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഡ്രൈവ് മോഡുകൾ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് IVT അതിൻ്റെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഇന്റീരിയറിൻ്റെ ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷനാണ് നമുക്കൊരു ഓഫ് വൈറ്റ് ഫിനിഷിൽ വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ഒരു 4 സ്പോക്കായിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ TPMS ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ കാണാനായിട്ട് പറ്റും. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഈവൻ നമ്മളുടെ ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും എല്ലാം ഡിജിറ്റലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം ഒരു സ്പോട്ടി ലുക്കുള്ള രീതിയിലാണ് വരുന്നത്. നമുക്കിതിനകത്ത് 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഡ്രൈവ് സ്പോർട്ട്, നോർമൽ, 2 ഡ്രൈവ് മോഡുകളാണ്. സ്പോർട്ട് മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഡിസ്പ്ലേയിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. വാഹനം കുറച്ചും കൂടി സ്പോർട്ടിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ സിസ്റ്റമാണ്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡൻസോടുകൂടിയ ക്യാമറയാണ്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വശങ്ങളിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് പാനൽ മൊത്തം മാറുന്നത് കാണാം. താഴെ നമുക്ക് അതിൻ്റെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC വെൻസിനകത്തെല്ലാം നമുക്ക് ഒരു ക്രോം ഇൻസെറ്റ് കാണാം. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വേരിയൻറ്റിൽ വരുന്നത്. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു, ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു, ഒരു Type C ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് താഴെയുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷണൽ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിൻ്റെ ഓപ്ഷനും കൂടി വരുന്നുണ്ട്. നമ്മളുടെ IVT ഗിയർ ലെവർ കാണാം. അത് IVT ആണ്, പ്രോപ്പർ ഓട്ടോമാറ്റിക് ആണെന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് പാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്തുള്ളത്. AMT ആണെങ്കിൽ പാർക്ക് ഉണ്ടാവില്ല. അതിലേക്ക് വന്നാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് മുകളിൽ സോഫ്റ്റ് ടച്ച് കാണാം. അത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് i20 വരുന്നത്. നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡാണ്. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ്. നമുക്കിവിടെ സൺഗ്ലാസ് ഹോൾഡർ കാണാം. അത് ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹാലജൻ ആയിട്ടുള്ള റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ലൈറ്റ് ഫംഗ്ഷനോട് കൂടിയ ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. കൂൾഡ് ഫീച്ചറൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മളുടെ ഈ സ്പോർട്ട് വേരിയൻറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഫുൾ ഒരു വൈറ്റ് ഫിനിഷ് എന്ന് തന്നെ പറയാം. പക്ഷേ കൈ വയ്ക്കുന്ന പോർഷൻ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒന്നുമില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളകത്തേക്ക് കെയർ ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. ബലേനേക്കാളും കുറച്ചുകൂടി ഹെഡ് റൂം നമുക്ക് അതിനകത്ത് കൂടുതൽ കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലേക്കും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസ് ആണ് ശരിക്കും i20 വരുന്നത്. എനിക്ക് ആകെ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷേ അതിന് വലിയ കൺസേൺ ആയിട്ട് പറയാനില്ല. കാരണം നല്ല ഒരു താഴ്ന്ന സീറ്റിംഗ് പൊസിഷനിലാണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ABS, EBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വാഹനത്തിലെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ i20 സ്പോർട്ട് വേരിയൻറ്റിൽ നമുക്ക് 1.2 ലിറ്റർ
4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. VT പെട്രോൾ എഞ്ചിൻ 82 HP അടുത്താണ് പവർ വരുന്നത്. 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന 21.7 ആവറേജ് ഒരു 15-നും 16-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് ആണ് എങ്കിലും IVT ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നല്ല രീതിയിൽ ഓട്ടോമാറ്റിക് കൊണ്ടുവെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിന് നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ലഭിക്കും. i20 തന്നെ നമുക്ക് പിന്നെ N-line വരുന്നുണ്ട്. N6 ആണ് N8. അതിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 120 HP അടുത്താണ് പവർ വരുന്നത്. നല്ല രസമാണ് അത് ഓടിച്ചുകൊണ്ട് എടുക്കാൻ. അതിനും കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ആണ് വരുന്നത്. അതാണെങ്കിൽ ആ ഒരു വാഹനവും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. i20യുടെ ഓണം ഓഫറിലേക്ക് വന്നാൽ 73,000 രൂപ വരെയാണ് i20ക്ക് ഓണം ഓഫർ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ വേരിയൻറ്റുകൾക്കും അവൈലബിൾ ആണ്. ഇപ്പോൾ അതിനകത്ത് 35,000 രൂപ സ്ട്രൈറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, 3,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്, 35,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. അപ്പം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൈസ് ജസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് കോർപ്പറേറ്റ് ഓഫറും കുറച്ചിട്ടുള്ള പ്രൈസാണ്. അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസും കൂടി ലഭിക്കും. N-lineലേക്ക് വന്നാൽ N-line 63,000 രൂപയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 30,000 രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട്, കോർപ്പറേറ്റ് 3,000 രൂപ, എക്സ്ചേഞ്ച് ബോണസായിട്ട് അവിടെ 25,000 രൂപയെ ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോർട്ട് വേരിയൻ്റ് ആണ്. സ്പോർട്ട് മാനുവൽ വേരിയൻറ്റിന് 9,52,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. ഇപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൽ താഴെ പ്രൈസിന് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ലഭിക്കും. സ്പോർട്ട് IVT ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന IVT വേരിയൻ്റ് ആണ്. IVTക്ക് 10,73,000 രൂപ. അപ്പോൾ ആ വാഹനവും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 10,40,000 10,30,000 ഇറങ്ങും. പിന്നെ ഈ പ്രൈസിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ഷോറൂമിൽ നിന്ന് ചെറിയൊരു അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വാഹനം i20യുടെ IVT ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് സ്പോർട്ട് വേരിയൻ്റ് എന്ന് ചോദിക്കുന്നത്, കാരണം ഇതിന് മോഡലേക്കുള്ള വേരിയൻ്റുകളായ ആസ്ത അല്ലെങ്കിൽ ആസ്ത ഓപ്ഷനിലേക്ക് പോകുന്ന ബഡ്ജറ്റിന് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് N-line ആണ്. കാരണം N-line ആ ആസ്ത ഓപ്ഷനിൽ സിമിലർ പ്രൈസേ വരുന്നുള്ളൂ. നല്ലൊരു എൻജിൻ കിട്ടും, ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആണ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അങ്ങനെ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ i20 സ്പോർട്ട് അല്ലാത്ത വേരിയൻ്റ് ഏത് നോക്കുന്നവരാണെങ്കിൽ N-lineലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല രസമാണ് ആ വാഹനം ഓടിക്കാനായിട്ട്. നമ്മൾ നോർമൽ രീതിയിൽ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് മൈലേജ് ഒരു 14, 15, 16 അതിന് ലഭിക്കും. കാല് കൊടുക്കുന്നതിനനുസരിച്ച് മൈലേജ് കുറയും, കാര്യം അതാ ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ i20 N-lineൻ്റെ പ്രൈസിലേക്ക് വന്നാൽ N6 മാനുവൽ ഓഫർ എല്ലാം കഴിഞ്ഞ് 11,28,000 രൂപയ്ക്കും ഓട്ടോമാറ്റിക് 12,99,000 ഓൺ റോഡ് ഇറങ്ങും. അതായത് സ്പോർട്ട് മാനുവലിന് 9,52 ആണ് വരുന്നത്, N-line N6ന് 11,28,000, ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 13 ലക്ഷം രൂപ, 12,99,000 രൂപ, 13 ലക്ഷം രൂപയാണ് N-line N6 7 സ്പീഡ് DCT വേരിയൻറ്റിനുള്ള പ്രൈസ് വരുന്നത്. ഇനിയും i20 തന്നെ നമുക്കിപ്പോൾ ബേസ് വേരിയൻറ്റ് മാഗ്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതിൻ്റെ പ്രൈസ് 1,53 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ തന്നെ മാഗ്നയിൽ ഇപ്പോൾ പുതിയതായിട്ട് IVT ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ, അതിന് 10,16. അപ്പോൾ മാഗ്ന IVT എടുക്കുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് സ്പോർട്ട് IVT എടുക്കുന്നത്, കാരണം 40,000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഹ്യുണ്ടായിൽ നിന്ന് നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് കാർ i20 തന്നെയാണ്. ഇനി പല ആളുകളുടെയും കോൺസെപ്റ്റ് ആയിരിക്കാം ഹാച്ച് ബാക്ക് മാറ്റിയിട്ട് ഒരു കോമ്പാക്ട് SUVയിലേക്ക് പോകണം അല്ലെങ്കിൽ മൈക്രോ SUVയിലേക്കൊക്കെ പോകണം. അങ്ങനെയുള്ളവർക്ക് വെന്യൂവിൻ്റെയും ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു പുതിയ വാഹനം എടുക്കാൻ പ്ലാനുള്ളവർ മാക്സിമം ഓണം സീസണുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസണുകളിൽ തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.